ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ആ തണുത്തുറഞ്ഞ രാത്രിയിൽ ന്യൂയോർക്കിലെ ഒരു വലിയ ഓഫീസ് കെട്ടിടത്തിൽ ഏഞ്ചല ബ്രിഡ്ജസ് എന്നൊരു യുവതി ജോലിയിലായിരുന്നു. കുടുംബത്തോടൊപ്പം ആഘോഷത്തിൽ പങ്കുചേരാൻ തിടുക്കത്തിൽ ഇറങ്ങിയ അവൾ കെട്ടിടത്തിന്റെ ഏറ്റവും താഴെയുള്ള പാർക്കിംഗ് ഏരിയയുടെ രണ്ടാം നിലയിൽ, അതായത് P2-ൽ എത്തിയപ്പോൾ ഒരു പ്രശ്നം നേരിട്ടു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ P2 എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഏഞ്ചലയുടെ കാർ സ്റ്റാർട്ട് ആകുന്നില്ല. ഈ സമയത്താണ് സെക്യൂരിറ്റി ഗാർഡായ തോമസ് ബാർക്ലേ സഹായത്തിനെത്തുന്നു. സഹായം നടിച്ച അവൻ താൻ ഒറ്റയ്ക്കാണെന്നും തന്നോടൊപ്പം ക്രിസ്മസ് ഡിന്നർ കഴിക്കാമെന്നും അവളെ ക്ഷണിച്ചു. ഏഞ്ചല സ്നേഹപൂർവ്വം അത് നിരസിച്ച് ഒരു ടാക്സി വിളിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ കെട്ടിടത്തിന്റെ പ്രധാന കവാടത്തിലെത്തിയ അവൾക്ക് മുന്നിൽ വാതിലുകൾ അടഞ്ഞു. ആ വാതിലുകളൊക്കെ അടയുകയായിരുന്നു. അവളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും അടയുകയായിരുന്നു. ഏഞ്ചല തിരികെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഓടി. അവളെ തോമസ് പിന്നിൽ നിന്ന് ക്ലോറോഫോം ഉപയോഗിച്ച് മയക്കി കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് സംഭവിക്കുന്നത്. ബോധം വരുമ്പോൾ ഏഞ്ചല തോമസിന്റെ സെക്യൂരിറ്റി ഓഫീസിൽ ഒരു ഡിന്നർ ടേബിളിന് മുന്നിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു. താൻ മാസങ്ങളായി അവളെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന സത്യം അവൻ അവിടെ വെച്ച് വെളിപ്പെടുത്തി. ആ മുറിയിൽ അവളുടെ സഹപ്രവർത്തനായ ജിം ഹാർപ്പറും ബന്ധിക്കപ്പെട്ടിരുന്നു. ഓഫീസിൽ വെച്ച് ഏഞ്ചലയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ജിമ്മിനെ അവൾക്ക് വേണ്ടിയെന്ന വ്യാജനെ തോമസ് ക്രൂരമായി മർദ്ദിക്കുകയും അവളുടെ കാർ ഉപയോഗിച്ച് തന്നെ പലതവണ ഇടിച്ച് അതിദാരുണമായി കൊല്ലുകയും ചെയ്തു. ഈ ഒരു ഭീകര ദൃശ്യം കണ്ടതോടെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ഏഞ്ചല ഉറപ്പിച്ചു. അവൾ തോമസിനെ പറ്റിച്ച് കയ്യിൽ കിട്ടിയ പേന കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് ഓഫീസിൽ നിന്ന് പുറത്തു ചാടി. ഇതോടെ ആ വിശാലമായ പാർക്കിംഗ് ഗാരേജിൽ തോമസും അവന്റെ ക്രൂരനായ വേട്ടപ്പട്ടിയും അവളെ വേട്ടയാടാൻ തുടങ്ങി. രക്ഷപ്പെടാനുള്ള ഓട്ടത്തിനിടയിൽ ഏഞ്ചല ഒരു ഫയർ ആക്സ് കണ്ടെത്തി. ഈ ഒരു ഫയർ ആക്സും കൊണ്ട് പ്രധാന ഗേറ്റ് തുറക്കാനുള്ള ശ്രമം ആദ്യം തന്നെ പരാജയപ്പെട്ടു. പിന്നീട് വെള്ളം നിറഞ്ഞ ഒരു എലിവേറ്റർ ഷാഫ്റ്റിലേക്ക് ഓടിയ അവൾ ശ്വാസം അടക്കി പിടിച്ച് വെള്ളത്തിനടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കോൽ കൂട്ടം കണ്ടെത്തി. എന്നാൽ അപ്പോഴേക്കും തോമസ് അവിടെ എത്തുകയും അവർ തമ്മിൽ ഒരു കനത്ത പോരാട്ടം നടക്കുകയും ചെയ്തു. ഒടുവിൽ തന്ത്രപരമായി ഏഞ്ചല തോമസിനെ ഒരു പൈപ്പിൽ വിലങ്ങു വെച്ചു. രക്ഷപ്പെട്ടു എന്ന് അവൾ വിശ്വസിച്ച ആ നിമിഷം വിധി അവൾക്കായി മറ്റൊരു ക്രൂരത കാത്തുവച്ചു. വിലങ്ങിൽ കിടന്ന് തോമസ് കയ്യിലുണ്ടായിരുന്ന ടേസർ ഗൺ ഉപയോഗിച്ച് നിലത്തെ വെള്ളത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഏഞ്ചലയെ വീഴ്ത്തി. ബോധം തെളിയുമ്പോൾ സ്വന്തം കാറിന്റെ ഡിക്കിയിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു ഏഞ്ചല. തോമസ് അവളെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. കാറിന്റെ ഡിക്കിയിൽ കിടന്നുകൊണ്ട് ഏഞ്ചല ഒരു ഫ്ലയർ ഗൺ കണ്ടെത്തി. തോമസ് കാർ ഓടിച്ച് പുറത്തേക്കുള്ള റാമ്പിൽ എത്തിയപ്പോൾ അവൾ ഫ്ലയർ കത്തിച്ച് അവന്റെ നേരെ പ്രയോഗിച്ചു. വെളിച്ചത്തിൽ കണ്ണ് മഞ്ഞളിച്ച തോമസിന്റെ നിയന്ത്രണം വിട്ട് കാർ ഇടിച്ചിരുന്നു. തീ പിടിച്ച കാറിന്റെ ഡിക്കിൽ നിന്ന് പുറത്തു വന്ന ഏഞ്ചലയെ ദേഹമാസകലം തീ പിടിച്ച നിലയിൽ തോമസ് ആക്രമിക്കാൻ വന്നു. എന്നാൽ കയ്യിൽ കിട്ടിയ ഒരു ഫയർ എക്സ്റ്റിങ്യൂഷർ ഉപയോഗിച്ച് ഏഞ്ചല അവന്റെ തലക്കടിച്ച് ആ ഭീകരനെ എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഒടുവിൽ ചോരയിൽ കുളിച്ച് ക്ഷീണിതയായി എന്നാൽ അതിജീവനത്തിന്റെ കരുത്തോടെ അവൾ ആ പാർക്കിംഗ് ഗാരേജിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ക്രിസ്മസ് ദിനത്തിന്റെ പ്രഭാതത്തിൽ മഞ്ഞ് പെയ്യുന്ന ആ തെരുവിലേക്ക് ഫയർഫോഴ്സും പോലീസും എത്തുന്ന ദൃശ്യത്തോടെ ആ ഭയാനകമായ രാത്രിക്ക് തിരശ്ശീല വീണു.